Hi guys, welcome to Triple T. Hi, I'm Dr. Taslima Diksha and Jimsha here. അപ്പോൾ ഞാനൊരു ബുക്കൊക്കെ ആയിട്ടാണുള്ളത്. We have a lot of questions തരുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ സെഷൻ എന്താന്ന് വെച്ചാൽ റമദാൻ റിലേറ്റഡ് ആണ്. റമദാൻ വരാൻ പോവാണ്. മാർച്ചില് വളരെ ചൂട് നിറഞ്ഞൊരു റമദാനാണ്. ഒരുപാട് ഡൗട്ടായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അതെ, ഇപ്പൊ ഞാൻ എന്റെ തേർഡ് ട്രൈമസ്റ്ററിലാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഫസ്റ്റ് മുതൽ എന്റെ ഫ്രണ്ട്സ് ആൻഡ് കുറെ ആൾക്കാർ എനിക്ക് എന്റെ സിസ്റ്റർ ആണല്ലോ അതിനെ കാണുന്ന അറിയുന്നുണ്ട്. കുറെ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് കുറെ ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിക്കും. ഇതൊക്കെ ഞാൻ നോട്ട് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് മുതൽ തന്നെ തുടങ്ങാം. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട്, ശരിക്കും ഗർഭിണികൾക്ക് നോമ്പ് എടുക്കാൻ പറ്റുമോ? ഓക്കെ, ഗർഭിണികൾക്ക് നോമ്പെടുക്കാൻ പറ്റുമോ എന്നുള്ളത് കോൺട്രവേഴ്സ്യൽ ടോപ്പിക് ആണ്. പക്ഷെ ഒരുപാട് സ്റ്റഡീസ് നടന്നിട്ടുണ്ട് അതിനെ കുറിച്ച്. എടുക്കാൻ പറ്റുന്ന ഒരുപാട് സ്റ്റഡീസ് പറഞ്ഞിട്ടുണ്ട്, പറ്റില്ല എന്നുള്ളതുണ്ട്. പക്ഷെ ഒരു അറൌണ്ട് 85% സ്റ്റഡീസ് പറയുന്നത് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ്. പക്ഷെ കുറച്ച് കണ്ടീഷൻസും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രഗ്നൻസിയിൽ നോമ്പ് എടുക്കാൻ പറ്റും. ബട്ട് ഒരു കുറച്ച് കാര്യങ്ങളുണ്ട്, ഞാൻ വഴി ചോദിക്കുമ്പോൾ ഞാൻ പറയാം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറഞ്ഞാൽ ഗർഭിണികൾക്ക് നോമ്പ് എടുക്കാം. ബട്ട് നമ്മുടെ ഇസ്ലാം മതപ്രകാരം പറയുന്നത് കമ്പൽസറി അല്ല എന്നാണ്. അറിയാലോ, കാര്യത്തിൽ നിർബന്ധമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമില്ല. അതിൽ കുറച്ച് ഇളവുകളൊക്കെ തന്നിട്ടുണ്ട്. ആ ഇളവുകൾ ഉള്ളതിന് തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം നമുക്ക് നിർബന്ധമായിട്ട് എടുക്കണമെന്നില്ല, എടുത്ത് കിട്ടിയാലും മതി. പക്ഷെ നോമ്പ് എടുക്കുകയും ചെയ്യാം. ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടി വരുന്നതാണ്. അപ്പൊ അതിനകത്ത് നമുക്കത് 3 ട്രൈമസ്റ്റർ ആയിട്ട് സെഗ്രിഗേറ്റ് ചെയ്താൽ ഫസ്റ്റ് ട്രൈമസ്റ്റർ ഇതുപോലെ എന്ത് ശ്രദ്ധിക്കണം എന്നുള്ളത് പറഞ്ഞത്. നോമ്പെടുക്കാൻ പറ്റും. യെസ്, നോമ്പെടുക്കാൻ പറ്റും. ആർക്കൊക്കെ എടുക്കാൻ പറ്റും ഫസ്റ്റ് ട്രൈമസ്റ്റർ. അപ്പൊ ഞാൻ പറയാ വെച്ചാല് അതായത് ഫസ്റ്റ് ട്രൈമസ്റ്ററിലുള്ള ഗർഭിണികൾക്കും സെക്കൻഡ് ട്രൈമസ്റ്ററിലുള്ള ഗർഭിണികൾക്കും തേർഡ് ട്രൈമസ്റ്ററിലുള്ള ഗർഭിണികൾക്കും നോമ്പെടുക്കാം. ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ് ടു 12 വീക്സ്, 12 ആഴ്ച വരെയാണ് നമ്മൾ ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത്. സെക്കൻഡ് ട്രൈമസ്റ്റർ, അതായത് അടുത്ത കാലം എന്ന് പറയുന്നത്, അടുത്ത 3 മാസക്കാലം എന്ന് പറയുന്നത് 12 to 28 വീക്സിനെയാണ് നമുക്ക് സെക്കൻഡ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത്. പിന്നെ തേർഡ് ട്രൈമസ്റ്റർ എന്ന് പറഞ്ഞാൽ 28 വീക്സ് മുതൽ 40 വീക്സ്, 40 വീക്സ് വരെയാണ് ഒരു പ്രഗ്നൻസി കാലയളവ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞ 3 ഘട്ടത്തിലുള്ള ആളുകൾക്കും നോമ്പെടുക്കുന്നത് കുഴപ്പമില്ല. ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറഞ്ഞാൽ നോമ്പ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അവരെടുക്കുന്ന കാലറീസും നോർമലി ഒരു പ്രഗ്നന്റ് അല്ലാത്ത ലേഡീസ് എടുക്കുന്ന കാലറീസും അറൌണ്ട് സെയിം ആണ്. അപ്പൊ ആ സമയത്ത് നോമ്പ് എടുത്തു കഴിഞ്ഞാൽ അത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. പ്രൊവൈഡിങ് ഞാൻ പറഞ്ഞ നേരത്തെ എടുക്കാൻ പറ്റാത്ത ചില ആളുകളുണ്ട്. അവരെ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി എല്ലാവർക്കും നോമ്പെടുക്കാം. സെക്കൻഡ് ട്രൈമസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു നോർമൽ ഒരു ഗർഭിണി, അതായത് ഒരു പ്രഗ്നന്റ് ലേഡിക്ക് അറൌണ്ട് 350 to 400 കാലറീസ് എക്സ്ട്രാ കഴിക്കണം. നോർമൽ ഉള്ള ഒരു ഗർഭിണിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവർ സെക്കൻഡ് ട്രൈമസ്റ്റർ അപ്പൊ അവിടെ എക്സ്ട്രാ കഴിക്കണം, 400 കാലറീസ് എക്സ്ട്രാ കഴിക്കണം. അപ്പൊ അവർക്ക് നോമ്പ് എടുക്കുമ്പോൾ ചിലപ്പോൾ ഒരുപാട് നേരം പ്രലോങ് ആയിട്ട് ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ ഈ കാലറീസ് മീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. തേർഡ് ട്രൈമസ്റ്റർ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഭക്ഷണം കഴിക്കേണ്ട സമയം, ലൈക്ക് മോർ ദാൻ ഒരു 500 to 550 കാലറീസ് എക്സ്ട്രാ ഗർഭിണി എടുക്കും. അപ്പൊ അവർക്കും നോമ്പെടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു മേ ബി ഈ പറഞ്ഞൊരു കാലറി ഡെഫിസിറ്റ് ഒക്കെ വരാൻ സാധ്യത. അപ്പൊ ഈ കാലറി ഡെഫിസിറ്റ്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു എല്ലാ ട്രൈമസ്റ്ററിലും എല്ലാ ഗർഭിണികൾക്കും നോമ്പെടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം, നോമ്പ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഫുഡ് എന്താണ്? അതുപോലെ തന്നെ നമുക്ക് മാർച്ച് പറഞ്ഞത് ഭയങ്കര ചൂടാണ്. അപ്പൊ നമുക്ക് ത്രൂ ഔട്ട് നമ്മുടെ ഒരു നോമ്പിന്റെ രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റില്ല, എല്ലാവർക്കും അറിയാം. അപ്പം ഡീഹൈഡ്രേഷൻ ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൂടെ ഒന്ന് റിലേറ്റ് ചെയ്തിട്ട് നോമ്പ് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഈ പറഞ്ഞ ഗർഭിണികൾ നോമ്പ് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പൊ ചൂടാണ്. മാർച്ച് എന്ന് പറഞ്ഞാൽ റംസാൻ വരുന്നത് ഭയങ്കര ചൂടിനാണ് റമദാൻ വരുന്നത്. ഇപ്പൊ നോർമൽ ഒരാൾക്ക് പോലും ഡീഹൈഡ്രേഷൻ ചൂടൊക്കെ താങ്ങാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഗർഭിണികൾ അതിനനുസരിച്ചിട്ട് വേണം കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നോമ്പ് എടുക്കുന്നതൊക്കെ. ലൈക്ക് അവര് ഒരു നോമ്പ് എടുത്തു കഴിഞ്ഞാൽ 2 or 3 നോമ്പ് വിട്ടിട്ട് എടുക്കാൻ ശ്രമിക്കുക. അടുപ്പിച്ചെടുക്കരുത്. 1 എടുക്കുക, 2, 3, 4 അങ്ങനെ അടുപ്പിച്ചെടുക്കാതെ വീക്ക്ലി ഒരു 2 അല്ലെങ്കിൽ 3 നോമ്പൊക്കെ എടുത്താൽ മതി. ഓൾട്ടർനേറ്റ് അല്ലെങ്കിൽ ഒരു 2-3 ഡേയ്സെങ്കിലും ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ നോമ്പെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി അത്താഴം കഴിച്ചിട്ട് നോമ്പെടുക്കാൻ നിൽക്കുക. അതായത് മോർണിംഗ് ഫുഡ് എന്തായാലും മസ്റ്റ് ആണ്. അത് കഴിക്കാതെ ചില ആളുകളുണ്ട്, ചിലപ്പോൾ ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ടൊക്കെ നോക്കുന്നത്. അതൊന്നും ഗർഭിണികൾ കഴിയുന്നതും അവോയ്ഡ് ചെയ്യും.
പിന്നെ പ്രൊലോങ് ആയിട്ട് ഫാസ്റ്റിംഗ് ഉള്ളതാണ്. അപ്പൊ അതിനനുസരിച്ചിട്ട് കാലറീസ് നമ്മൾ, അതായത് പകല് കഴിക്കുന്ന 3 ടൈംസിലുള്ള ഭക്ഷണം നമ്മൾ 2 ടൈമിൽ 3 ടൈംസ് തന്നെ കഴിക്കണം. ലൈക്ക് അത്താഴം കഴിക്കുക, പിന്നെ ഉച്ചയ്ക്ക് പിന്നെ ഉണ്ടാവില്ല. ഇപ്പൊ നോമ്പ് തുറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നോമ്പ് തുറപ്പിച്ചാൽ ലഘു ഭക്ഷണങ്ങൾ കൊണ്ടിട്ട് നോമ്പ് തുറക്കാൻ ശ്രമിക്കുക. അതായത് വല്ല പെട്ടെന്ന് ഷുഗർ കൂട്ടുന്ന കുറച്ച് ഫുഡ്സ് ഒക്കെ ഉണ്ട്, കാരക്ക, ഫിഗ്, ഇതൊക്കെ, പിന്നെ യോഗട്ട്, ഫ്രൂട്ട്സ്, ഇതൊക്കെ നമ്മൾ കുറച്ച് കഴിച്ചു കഴിഞ്ഞ് പെട്ടെന്ന് ഷുഗേഴ്സ് നമ്മുടെ ശരീരത്തിൽ കൂടും. അപ്പൊ അത് വെച്ചാൽ ഇവർ ഒരുപാട് നേരം ഫാസ്റ്റിംഗ് ആയിട്ട് ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഇവർക്ക് എന്തെങ്കിലും നല്ല ഷുഗർ പെട്ടെന്ന് കൂടുന്ന ഫുഡാണ് നല്ലത്. അപ്പൊ നോമ്പ് തുറക്കുന്ന സമയത്ത് ഈത്തപ്പഴം, കാരക്ക, ഫിഗ് അങ്ങനെ എന്തെങ്കിലും വെച്ച് നോമ്പ് തുറന്ന് ഇത്തിരി വെള്ളം, നാരങ്ങ വെള്ളം അങ്ങനെ എന്തെങ്കിലും കുടിച്ചിട്ട് ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള മുസമ്പി, മറ്റേ ലൈം, ഇതൊക്കെ ഒഴിവാക്കുക. സിട്രസ് ആയിട്ട് ഒഴിവാക്കുന്ന തന്നെയാണ് അസിഡിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ വെള്ളം എന്തെങ്കിലും കുടിച്ചിട്ട് നോമ്പ് തുറക്കുക. എന്നിട്ട് നിങ്ങളുടെ പ്രയേഴ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കുക. പൊരിക്കടികൾ കഴിയുന്നത് ഒഴിവാക്കുക, ഫാറ്റി ഫുഡ്സ് ഒക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്. പിന്നെ നിങ്ങൾ എന്തായാലും ഈ നൈറ്റില് ഫുഡ് എന്തായാലും ഡെഫിനറ്റ് ആയിട്ട് കഴിച്ചിരിക്കണം. ഇതൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ ടയർഡ് ആയി കഴിഞ്ഞാൽ നൈറ്റ് ഫുഡ് ഒഴിവാക്കും. ഇപ്പൊ എനിക്ക് മോർണിംഗിൽ അത്താഴം കഴിയും, അത് കഴിയുന്നത് ഒഴിവാക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആ 3 ടൈംസ് കഴിക്കുന്നത് മോർണിംഗിൽ അത്താഴം, പിന്നെ നോമ്പ് തുറന്നിട്ടുള്ള ഭക്ഷണം, പിന്നെ നിർത്താഴം, ആ ഒരു സമയത്തിലേക്ക് നിർത്തുക. പിന്നെ 3 ലിറ്റർ വെള്ളം കുടിക്കുക. ഡീഹൈഡ്രേഷൻ ആണ് ഈ മെയിൻ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പൊ 3 ലിറ്റർ വെള്ളം കുടിക്കാൻ നിങ്ങൾ എന്ത് ശ്രദ്ധിക്കുക. 3 ലിറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അളവ് തിരിച്ചില്ല. നോമ്പ് തുറന്നു കഴിഞ്ഞാൽ 1 ലിറ്ററിന്റെ ബോട്ടിൽ എടുത്ത് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് കുടിച്ചിട്ട് മോർണിംഗ് അത്താഴത്ത് 3 ലിറ്റർ വെള്ളം. ഇത് ഡയറ്റിൽ ശ്രദ്ധിക്കും. ഞാൻ പറഞ്ഞു, ഈ ഫുഡ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കുറച്ചൊരു സ്ലോലി എനർജി റിലീസ് ചെയ്യുന്ന ഫുഡ്സ് ഒക്കെ കഴിക്കുക. ലൈക്ക് കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് കഴിക്കുക, ലൈക്ക് പൊട്ടാറ്റോസ്, സ്വീറ്റ് പൊട്ടാറ്റോസ്, ഇതൊക്കെ നല്ലതാണ്. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സാധനങ്ങൾ കഴിക്കും. പൾസസ്, വെജിറ്റബിൾസ്, ഫൈബർ, അതായത് ലംസ്, അങ്ങനെയൊക്കെ കഴിച്ചോളൂ. കാരണം ഇതൊക്കെ നിങ്ങളുടെ പ്രോട്ടീൻ ഈ കഴിക്കാതിരിക്കുന്ന ആ ഡെഫിസിറ്റ് നികത്താനും നല്ലതാണ്. പിന്നെ കോൺസ്റ്റിപ്പേഷൻ പോലുള്ള കാര്യങ്ങളും ഒഴിവാക്കും. പിന്നെ കാൽഷ്യം റിച്ച് ആയിട്ട് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് ഉപയോഗിക്കാം. ചീസ്, യോഗേർട്ട് എല്ലാം യൂസ് ചെയ്യാം, കുഴപ്പമില്ല. പെർട്ടിക്കുലർ ടൈമിൽ ഈ ഇന്ന ഫുഡ് ഈ ടൈമിൽ കഴിക്കുന്നതാണ് ബെറ്റർ, അല്ലെങ്കിൽ ഇന്ന ഫുഡ് ഷെഡ്യൂളിൽ കഴിക്കുന്നതാണ് ബെറ്റർ. അതെന്താന്ന് വെച്ചാൽ നമ്മള് തേഴ്സ്റ്റ് ഉണ്ടാക്കുന്നതാണ് ഈ മറ്റേ ഹൈ ഷുഗർ ആയിട്ടുള്ള ഡ്രിങ്ക്സ് ഒക്കെ, ലൈക്ക് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ആവാം, സോഫ്റ്റ് ഡ്രിങ്ക്സ് ആവാം. അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മള് അത്താഴത്തിന് ഒഴിവാക്കുന്നതാണ് നല്ലത്. പിന്നെ ഷുഗറിന്റെ കാര്യത്തിൽ ഹൈ സോൾട്ട് കണ്ടന്റുള്ള ഫുഡ്സ്, അച്ചാറ്, പപ്പടം, ഇതൊക്കെ നമ്മുടെ വിശപ്പ് കൂട്ടാൻ കുറച്ച് ടെൻഡൻസി ഉള്ളതാണ്. അങ്ങനത്തെ സാധനങ്ങൾ അത്താഴത്തിന് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാല് ഈ കാപ്പി, സോഫ്റ്റ് ഡ്രിങ്ക്സ്, സ്റ്റിമുലൻസ് ആയിട്ടുണ്ടെങ്കിൽ അത് കഴിയുന്നത് ഒഴിവാക്കുക അത്താഴത്തിന് ചിലപ്പോൾ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കുറച്ച് ഈ കാർബോഹൈഡ്രേറ്റ് റിച്ച്, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ചാൽ ഇതൊക്കെ കാർബോഹൈഡ്രേറ്റ് റിച്ച്, പ്രോട്ടീൻ റിച്ച് എന്ന് പറഞ്ഞ് നമ്മൾ കഴിക്കുന്ന ചോറ്, വെജിറ്റബിൾസ്, കറി വെച്ചിട്ടാണെങ്കിൽ മീൻ നല്ലോണം ഇഞ്ചിക്കുള്ളത്, ഇതൊക്കെ രാവിലെ കഴിക്കുക. അതൊക്കെ അത്താഴത്തിൽ കഴിച്ചിട്ട് വേണം നോമ്പ് എടുക്കാൻ. പിന്നെ നോമ്പ് തുറക്കുമ്പോ ഈ കുറച്ച് സ്റ്റിമുലൻസ് ഇതൊക്കെ ഒഴിവാക്കുക. അസിഡിറ്റി ഉണ്ടാക്കുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സ്, ടാങ്ക്, അങ്ങനത്തെ ഒക്കെ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. അതൊന്നും നല്ലതല്ല നോമ്പ് തുറക്കുന്ന സമയത്ത്. അപ്പം ബേസിക്കലി നമ്മൾ ദാഹം കൂട്ടുന്ന കാര്യങ്ങൾ അത്താഴത്തിൽ ഒഴിവാക്കിയിട്ട് മാക്സിമം പ്രോട്ടീൻ തീർച്ചയായിട്ടും വിശപ്പില്ലാണ്ടിരിക്കുന്ന കാര്യത്തിൽ അത്താഴത്തിൽ. ഇതെന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ പ്രഗ്നൻസി, അതായത് ഗർഭിണികൾക്ക് പൊതുവേ ഉള്ള അവരുടെ ശരീരത്തിന്റെ ഒരു ഫിനോമിനൻ എന്ന് പറഞ്ഞാൽ ഫാസ്റ്റിംഗ് ഹൈപ്പോഗ്ലൈസീമിയ, പോസ്റ്റ് പ്രാൻഡിയൽ ഹൈപ്പർഗ്ലൈസീമിയ. അതായത് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ പെട്ടെന്ന് ഷുഗർ കുറയും. അതല്ല, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഷുഗർ കൂടും. ഇത് നോർമൽ ഒരു ഗർഭിണികൾക്ക് ഉണ്ടാവുന്നത്. അപ്പൊ ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം? ഇവർ ഒരുപാട് നേരം പ്രൊലോങ് ആയിട്ട് ഭക്ഷണം കിട്ടാതിരിക്കുമ്പോൾ ശരീരത്തിന് ഷുഗർ വളരെ ലോ ആണ്. അതുകൊണ്ടാണ് ഞാൻ അത്താഴം കഴിക്കുമ്പോൾ കുറച്ചൊരു പെട്ടെന്ന് ഷുഗർ കൂട്ടണം. കാരക്കയോ, ഈത്തപ്പഴം, ഫിഗ്, ഫ്രൂട്ട്സ്, യോഗട്ട്, ഇതൊക്കെ വെച്ചിട്ട് നോമ്പ് തുറക്കണം എന്ന് പറയുന്നത്. പിന്നെ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ ഇവർ കുറച്ചൊരു ആക്റ്റീവ് ആവും. അപ്പൊ ഈ അങ്ങനത്തെ ഒരു ഗ്ലൂക്കോസ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ നോമ്പ് തുറന്നിട്ട് കഴിക്കാനുള്ള. സോ ഇനി അടുത്ത് നമുക്ക് വർക്കിംഗ് പ്രഗ്നൻസി വുമന്റെ കാര്യത്തിലേക്ക്. അപ്പം എങ്ങനെയാണ് ഒരു വർക്കിംഗ് വുമൻ? അപ്പൊ അവര് ഫുൾ ഡേ ആക്റ്റീവ് ആയിട്ടിരിക്കും, നോമ്പ് തുറക്കുന്നവരെ ആക്റ്റീവ് ആയിട്ടായിരിക്കും ഇരിക്കുക. അപ്പൊ അവരെന്തൊക്കെയാണ് ശ്രദ്ധിക്കുന്നത് നോമ്പ് എടുക്കുമ്പോൾ? നോമ്പ് ഒഴിവാക്കേണ്ട ആവശ്യമില്ല ഈ പറഞ്ഞ വർക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ. ബട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെ ശരീരം ഡിഫറെന്റ് ആയിരുന്നു. അപ്പൊ നിങ്ങൾക്ക്
എക്സസീവ് ആയിട്ട് ടയേർഡ്നെസ് ഫീൽ ചെയ്യാൻ, തലകറക്കം, തല ചുറ്റല്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓക്കാനം, ഭയങ്കര വോമിറ്റിങ്, അല്ലെങ്കിൽ ഹൈപ്പറമിസിസ്, ഭയങ്കര ഛർദിയുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെയുള്ള ആൾക്കാർ നോക്ക് എടുക്കാണ്. പിന്നെ വർക്ക് ചെയ്യാനെന്ന് കരുതിയിട്ട് നോക്ക് ഒഴിവാക്കണ്ട, നിങ്ങൾക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. വെള്ളം 3 ലിറ്റർ നോക്ക് എടുക്കാത്ത സമയങ്ങളിൽ 3 ലിറ്റർ വെള്ളം കുടിക്കുക. പിന്നെ ഹെവി ആയിട്ടുള്ള എക്സസൈസസ് ഒഴിവാക്കുക. എക്സസൈസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ റഹ്മാന്റെ എക്സസൈസസ് ഒക്കെ ഒഴിവാക്കുക. ഫ്രീനെസ് ആയിട്ടുള്ള വർക്ക് ചെയ്യാനായിട്ടുള്ള നല്ല ഹാർഡുള്ള പണികൾ, എക്സോസ്റ്റിംഗ് ആയിട്ടുള്ള വർക്ക്, വീട്ടിലാണെങ്കിൽ തന്നെ എക്സോസ്റ്റിംഗ് ആയിട്ടുള്ള വർക്ക്സ് ഒക്കെ ഒഴിവാക്കുന്നുണ്ടെങ്കിൽ നന്നായി. അപ്പൊ നമുക്കിപ്പം കുറെ വൈറ്റമിൻ ടാബ്ലറ്റ്സ് അങ്ങനത്തെ ഗുളികകളൊക്കെ ഉണ്ടാവും. ഓരോ പല ടൈപ്പിൽ കഴിക്കാനൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളത്? അതെന്താന്ന് വെച്ചാൽ നിങ്ങളിപ്പം നോർമലി ഒരു ഗർഭിണി കഴിക്കുന്നത് ഒരു അയൺ കാൽഷ്യം ടാബ്ലറ്റ് കഴിക്കും, കാൽഷ്യം ടാബ്ലറ്റ് കഴിക്കും, വൈറ്റമിൻ സപ്ലിമെന്റ്സ് കഴിക്കും. ഇതൊക്കെ അയണും കാൽഷ്യം ഒരിക്കലും ഒരുമിച്ച് കഴിക്കും. രണ്ട് ടൈമിലായിട്ട് കഴിക്കും. അപ്പൊ ഒന്ന് നിങ്ങൾ അത്താഴം കഴിഞ്ഞിട്ട് കഴിക്കുക, പിന്നെ ഒന്ന് ഈ പറഞ്ഞ മാതിരി അത്താഴം കഴിഞ്ഞിട്ട് കഴിക്കുക. ഇനി എക്കോസ്പിറിൻ അങ്ങനെ വേറെ എന്തെങ്കിലും ടാബ്ലറ്റ്സ് ഒക്കെ എടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് കഴിക്കാൻ നോക്കുക. അല്ലെങ്കിൽ അത് ഗ്യാസ് അസിഡിറ്റി പ്രോബ്ലംസ്, GERD പ്രോബ്ലംസ് ഒക്കെ പോകും. അപ്പൊ ഒന്ന് നോമ്പ് തുറന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ ഒന്ന് അത്താഴം കഴിഞ്ഞിട്ട് കഴിച്ചില്ല അങ്ങനെ കഴിക്കും. ഇപ്പൊ നമ്മളിപ്പോ നോമ്പ് എടുക്കേണ്ടവരെ കുറിച്ച് പറഞ്ഞു. നമ്മളിപ്പം ഓക്കെ എല്ലാവരും ഹെൽത്ത് ഓക്കെ ആണ്, അവർക്കൊക്കെ നോമ്പ് എടുക്കാം എന്നുള്ള ഒരു മേജർ പ്രഗ്നൻസി വുമനെ പറ്റി പറഞ്ഞു. ഇനി ആർക്കൊക്കെ മസ്റ്റ് ആയിട്ട് നോമ്പ് ഒഴിവാക്കേണ്ടത്, ഇങ്ങനത്തെ ആൾക്കാർ എന്തായാലും നോമ്പ് എടുക്കരുത് എന്നുള്ള കാറ്റഗറിനെ കുറിച്ചൊന്നും പറയുക. ശരി, അങ്ങനെയുണ്ട് കുറച്ച് പേര്. ചില പ്രഗ്നന്റ് ലേഡീസിനോട് നമ്മൾ മസ്റ്റ് ആയിട്ട് പറയുന്നില്ലെങ്കിൽ മുമ്പ് എടുക്കരുത് കേട്ടോ എന്ന് പറയും. അതിൽപ്പെട്ടവരാണെങ്കിൽ ഫസ്റ്റ് ട്രൈമസ്റ്ററിലാണ്, ആദ്യത്തെ 3 മാസത്തെ ലീവിലാണെന്നുണ്ടെങ്കിൽ എക്സസീവ് ആയിട്ട് വോമിറ്റിങ്, ഛർദി മാത്രമുള്ള ആളുകളുണ്ട്. ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ഗ്യാസ്, ഹൈപ്പർമെസിസ് അങ്ങനെയൊക്കെ വരുന്ന ആളുകളൊക്കെ ഉണ്ട്. എന്ത് കഴിച്ചാലും അസിഡിറ്റി ആണ്, റിഫ്ലെക്സ് ആണ്, എഴുതേക്ക് വരുവാണ്. അങ്ങനെയുള്ള ആളുകളൊക്കെ കഴിയണം നോമ്പ് എടുക്കാതിരിക്കുക തന്നെയാണ് നല്ലത്. കാരണം അവരുടെ ഈ ഗ്യാസ് ചെയ്യാണ്ട് ഈ പ്രോബ്ലംസ് ഒക്കെ നോമ്പ് എടുക്കുമ്പോൾ കൂടുകയുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാർ മാക്സിമം ഒഴിവാക്കും. പിന്നെ പ്രഷ്യസ് പ്രഗ്നൻസി ഒരുപാട് നേരത്തെ തവണയൊക്കെ അബോർഷനായിട്ട് ട്രീറ്റ്മെന്റ് ലൈക്ക് IVF, IUI അങ്ങനെയൊക്കെ പോലുള്ള ട്രീറ്റ്മെന്റ് എടുത്തിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ കഴിയുന്നത് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. ത്രെഡിന്റെ അബോർഷൻ, ഇതിന് ഇടയ്ക്കിടയ്ക്കായിട്ട് സ്പോട്ടിങ് അല്ലെങ്കിൽ ബ്ലീഡിങ് കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർ ഫസ്റ്റ് ട്രൈമസ്റ്റർ ആദ്യത്തെ 3 മാസത്തിൽ നോമ്പ് എടുക്കുന്നത് തന്നെ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ നമുക്ക് മസ്റ്റ് ആയിട്ട് എടുക്കരുത് എന്ന് പറയുന്ന ഒരു കൂടിയാണ് ഷുഗർ, കൂടായിട്ട് ഷുഗർ അല്ലെങ്കിൽ പ്രഷർ ഇട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ മെഡിക്കേഷൻസ് ഒക്കെ എടുക്കുന്ന ആളുകളാണെങ്കിൽ നമ്മൾ കഴിയുന്നത് അവോയ്ഡ് ചെയ്യേണ്ടത്. കാരണം ഈ ഷുഗർ പേഷ്യൻസിനൊക്കെ അവരുടെ ഗുളികകൾ നമ്മൾ എത്ര സ്പേസ് ചെയ്ത് കൊണ്ട് കഴിഞ്ഞാൽ കറക്റ്റ് ആവും. ഈ പറഞ്ഞ ഫാസ്റ്റിംഗ് ഹൈപ്പർഗ്ലൈസിമിയ, പോസ്റ്റ് പ്രാൻഡിയൽ ഹൈപ്പർഗ്ലൈസിമിയ എന്ന് പറഞ്ഞില്ലേ. അപ്പൊ അതുള്ളത് കൊണ്ട് ഷുഗർ പേഷ്യൻസ് കഴിയുന്നത് ഒഴിവാക്കുക. ഇൻസുലിൻ ഒക്കെ എടുക്കുന്നത് ഒരിക്കലും ഇൻസുലിൻ സ്കിപ്പ് ചെയ്തിട്ട് ഫാസ്റ്റിംഗ് ചെയ്യാനില്ല, അത് നിങ്ങൾക്ക് കുട്ടിക്കും പേടാണ്. പിന്നെ പ്രഷറുള്ള ആളുകൾ ഗുളിക സ്കിപ്പ് ചെയ്തിട്ട് നോമ്പ് എടുക്കാതിരിക്കും. കാരണം അത് റിയൻഷ്യലി നിങ്ങളുടെ BP കൺട്രോൾ ആയിട്ട് പോകാനും വളർച്ചക്കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ലോ BP ആകുമ്പോൾ ഓഫീസുകാർക്ക് ഭയങ്കര ക്ഷീണം, തലകറക്കം, എപ്പോഴും ക്ഷീണം കിടപ്പായിരിക്കും. അപ്പൊ അവരും BP ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ ഉള്ള ഒരു കൂട്ടിയാണ് ട്വിൻസ് ഒക്കെ ആകുമ്പോൾ പിന്നെ ഹൈ റിസ്ക് പ്രഗ്നൻസീസ്, അനീമിയ, രക്തക്കുറവുള്ള ആളുകൾ, ഇവരൊക്കെ കഴിയുന്നതും നോമ്പെടുക്കുന്ന ഒഴിവാക്കുക. പിന്നെ ഇൻഫെക്ഷൻസ്, റിക്കറൻറ്റ് UTI. ഇനി നമ്മൾ നോമ്പ് എടുക്കേണ്ടതും ഭക്ഷണ ക്രമീകരണങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഇനിയിപ്പോ നമ്മൾ നോമ്പ് എടുത്തിട്ട് നമ്മൾ ഓക്കെ അല്ല എന്ന് നമുക്ക് തന്നെ ഒരു തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ നോമ്പ് മുറിക്കേണ്ട ഒരു അവസ്ഥ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഒക്കെ എങ്ങനെയാണ്? നോമ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നോസിയ, വോമിറ്റിംഗ്, അതായത് ഓക്കാനം, ഛർദി, ഗ്യാസ് പോലെ വരിക, പുളിച്ചു തേട്ടുക, റിഫ്ലെക്സ് ഒക്കെ വരും. അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ നോമ്പ് ഒഴിവാക്കുന്നതാണ് നല്ലത്. പിന്നെ ടയേർഡ്, തലകറക്കം, ഗിഡിനെസ് ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോമ്പ് ഒഴിവാക്കുക, വേഗം ഭക്ഷണമൊക്കെ കഴിക്കുക. പിന്നെ അനക്കക്കുറവ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോമ്പ് മുറിച്ചിട്ട് നിങ്ങളുടെ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണുക. പിന്നെ യൂറിനറി ഇൻഫെക്ഷൻ, റിക്കറന്റ് ആയിട്ട് മൂത്രം ഒഴിക്കുമ്പോൾ വേദന, മൂത്ര കടച്ചിൽ ഇതൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നോമ്പ് ഒഴിവാക്കുക. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഉണ്ടാവേണ്ട പ്രഗ്നൻസി ഒഴിവാക്കണം. ഓക്കെ, നമുക്ക് ഇനിയിപ്പം അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാല്, നമ്മൾ ആരൊക്കെയാണ് മസ്റ്റ് ആയിട്ട് നോമ്പ് എടുക്കേണ്ടാത്ത വിഭാഗം ഗർഭിണികളിൽ തന്നെ? ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹൈപ്പർമെസിസ് ആണ്, ഛർദിയാണ്, ഗുളികകളോ ഇഞ്ചക്ഷൻസ് കൊണ്ടൊന്നും വെക്കാത്ത ആളുകൾ, ഛർദി തന്നെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോമ്പ് എടുക്കുന്നത് ഒഴിവാക്കുകയാണ് നല്ലത്. പിന്നെ റിക്കറന്റ് അബോർഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് 3-4 അബോർഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു പ്രഷ്യസ് പ്രഗ്നൻസി, പ്രഗ്നന്റ് ആയ ആളുകൾ കഴിയുന്നത് നോമ്പ് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്.
പിന്നെ ബ്ലീഡിങ്, ഇടയ്ക്കിടയ്ക്ക് ബ്ലീഡിങ് വരുന്ന ആളുകൾ, ത്രെറ്റൻഡ് അബോഷൻസ് ഒക്കെ ഉള്ള ആളുകൾ നോമ്പ് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഷുഗറിന് പ്രഷറിന് മെഡിസിൻസ് എടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നോമ്പ് എടുക്കേണ്ട. ഷുഗറിനൊക്കെ മെഡിസിൻസ് എടുക്കുക അല്ലെങ്കിൽ ഇൻസുലിൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇൻസുലിൻ സ്കിപ്പ് ചെയ്തിട്ട് നോമ്പ് എടുക്കരുത്. ഈവൻ അതുപോലെ തന്നെയാണ് പ്രഷറിന് ടാബ്ലറ്റ്സ് ഒക്കെ എടുക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്തിട്ട് എടുക്കരുത്. അത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലേറ്ററിൽ അമ്മയ്ക്കും കുട്ടിക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പൊ ഇപ്പൊ പ്രഷറിനൊക്കെ മോർണിംഗിലും ഈവനിങ്ങിലും ടാബ്ലറ്റ്സ് എടുക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രഷറൊക്കെ കൺട്രോൾ ആണ്, വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോമ്പ് എടുക്കാം. പക്ഷെ ആ ഒരു ടാബ്ലറ്റ്സ് കഴിക്കുന്നത് മോർണിംഗും ആ ടൈമിങ്ങും ഒക്കെ ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് സെറ്റ് ചെയ്താൽ മതി. പിന്നെ നോമ്പ് എടുക്കണ്ടെന്ന് ഞാൻ പറയുന്നത് ഒരു കൂട്ടരാണ് ട്വിൻസ്, ഹൈ റിസ്ക് പ്രഗ്നൻസീസ്, IVF IUI ഒക്കെ വഴി കൺസീവ് ആയവര്, ട്വിൻസ് ഒക്കെ കഴിയുന്നത് നോമ്പ് ഒഴിവാക്കുക. പിന്നെ ലാസ്റ്റ് ട്രൈമസ്റ്ററിൽ എത്തുമ്പോൾ വളർച്ചക്കുറവ്, ഓൾറെഡി ഡോക്ടർ നിങ്ങളെ കണ്ടിട്ട് നിങ്ങൾക്ക് വളർച്ചക്കുറവുണ്ട്, വെള്ളക്കുറവുണ്ട് എന്ന് പറയുകയാണെങ്കിൽ പിന്നെ നോമ്പ് എടുക്കരുത്. വളർച്ചക്കുറവ്, വെള്ളക്കുറവ്, അനീമിയ അതായത് രക്തക്കുറവൊക്കെ ഉണ്ടാകുമ്പോൾ റിക്കറന്റ് ആയിട്ട് ഇൻഫെക്ഷൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. പ്രീ ടേം ലേബർ, മാസം തികയാതെ പെയിൻ വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ നോമ്പ് എടുക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഓക്കെ. പിന്നെ നമുക്ക് ഉണ്ടായേക്കാവുന്ന കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് നോമ്പില്? ആ നോമ്പ് ഉണ്ടായാലും നോസിയ, വോമിറ്റിംഗ്, ഗ്യാസ്ട്രൈറ്റിസ് ഒരു വലിയ പ്രോബ്ലമാണ്. റിഫ്ലെക്സ്, GERD എന്ന് പറയുന്നത് റിഫ്ലെക്സ് ഒരു വലിയ പ്രോബ്ലമാണ്. ഒട്ടുമിക്ക ഗർഭിണികളും ഗ്യാസ് തേട്ടല്, പൊളിച്ചു തേട്ടലൊക്കെ ആയിട്ടാണ് നോമ്പ് എടുത്തു കഴിഞ്ഞാൽ വരിക. പിന്നെ കാണുന്ന ഒരു കോമൺ കോംപ്ലിക്കേഷൻ ആണ് UTI, മൂത്രകടച്ചിൽ എന്ന് പറയുന്നത്. UTI ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കൽ എങ്ങനെയാന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ മുട്ടും, മൂത്രമൊഴിക്കുമ്പോൾ പെയിൻ വരാം. പിന്നെ നിങ്ങളുടെ യൂറിൻ ഒരു യെല്ലോയിഷ് ഡിസ്കളറേഷൻ അല്ലെങ്കിൽ ഒരു ഡാർക്ക് കളേർഡ് യൂറിൻ ആവാം, ഫൗൾ സ്മെല്ല് വരാം. പിന്നെ ഇങ്ങനെയൊക്കെ തോന്നുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂറിനറി ഇൻഫെക്ഷൻ ആണ്. അങ്ങനെ റിക്കറന്റ് യൂറിനറി ഇൻഫെക്ഷൻ ഒക്കെ മുമ്പുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നോമ്പ് എടുക്കാതിരിക്കുക. യൂറിനറി ഇൻഫെക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കൺസൾട്ടിങ് ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുക. പിന്നെ ഇത് നോമ്പ് എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രീ ടേം ലേബർ വരാം, IUGR വളർച്ചക്കുറവ്. ഒരു സ്റ്റഡി ഒരു 30 days അടുപ്പിച്ച് ഫാസ്റ്റിംഗ് എടുത്തിട്ടുള്ള ഒരു ഗർഭിണികളിൽ നടത്തിയ ഒരു സ്റ്റഡി പ്രകാരം പറയുന്നത് അവർക്ക് കുട്ടിക്ക് വളർച്ചക്കുറവ് കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതകൾ ഉണ്ടെന്നാണ് ആ സ്റ്റഡി കാണിക്കുന്നത്. അപ്പോ വളർച്ചക്കുറവ് വരാം, വെള്ളക്കുറവ് വരാം, പിന്നെ അനക്കക്കുറവ് വരാം, പിന്നെ ഈവൻ മഷി ഇളക്കാനും സാധ്യതകളുണ്ട്. പ്രൊലോങ്ഡ് ആയിട്ട് നോമ്പെടുത്ത് അപ്പോൾ എന്റെ അടുത്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞു ഓൾമോസ്റ്റ്. ആൻഡ് നമ്മളെല്ലാം ഓൾമോസ്റ്റ് കവർ ചെയ്തു എന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ ഒരു നക്ഷൽ പറയുകയാണെങ്കിൽ നോമ്പ് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ചില ആളുകൾ എന്തായാലും നോമ്പ് എടുക്കരുത്, അല്ലാത്ത ആളുകൾക്ക് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഒന്ന് എടുക്കുക, 2 3 ഇടവിട്ടിട്ടൊക്കെ എടുക്കുക. പിന്നെ നോമ്പ് എടുക്കുന്ന സമയങ്ങളിൽ അത്താഴം കഴിച്ചിട്ട് വേണം നോമ്പ് എടുക്കാൻ. ഒരിക്കലും സ്കിപ്പ് ചെയ്തിട്ട് നോമ്പ് എടുക്കരുത്. നിങ്ങൾ ടാബ്ലറ്റ്സ് ഒക്കെ എടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ അത് ടൈമിംഗ് അഡ്ജസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ടാബ്ലറ്റ് സ്കിപ്പ് ചെയ്തിട്ട് നോമ്പ് എടുക്കരുത്. പിന്നെ ശ്രദ്ധിക്കേണ്ട വെച്ചാൽ 3 ലിറ്റർ വെള്ളം എന്തായാലും 3 ലിറ്റർ വെള്ളം നോമ്പ് ഇല്ലാത്ത സമയങ്ങളിൽ 3 ലിറ്റർ വെള്ളം കുടിച്ചോളാം. അപ്പൊ നോമ്പ് എടുക്കാം, ബട്ട് മേക്ക് ഷുവർ യു ആർ ഫാസ്റ്റിംഗ് ഹെൽത്തി ആൻഡ് ഹാപ്പി റമദാൻ. താങ്ക് യു. അപ്പൊ നമ്മുടെ ഈ സെഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി ഫർദർ ക്വയറീസ്, ഡൗട്ട്സ് റിലേറ്റഡ് ഈ ഒരു ടോപ്പിക്കായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പ്ലീസ് കമന്റ് ഡൗൺ ബിലോ. ആൻഡ് നമ്മൾ മാക്സിമം അതെല്ലാം കവർ ചെയ്തിട്ട് ഒരു വീഡിയോ കൂടെ ചെയ്യുന്നതായിരിക്കും. ഇഫ് യു ഹാവ് ഡൗട്ട്സ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.